ഹലോ ഗായ്സ്, വെൽക്കം ടു AKPU EduTech. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ എക്സ്പെക്ടോറന്റും എമറ്റിക്കും ആണ്. ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്കിതിൽ നിന്ന് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ എക്സ്പെക്ടോറന്റ് എമറ്റിക് എന്താ നോക്കിയാലോ. സോ എന്താ എക്സ്പെക്ടോറന്റ്? എല്ലാ ആൾക്കാർക്കും അറിയാം. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ആൾക്കാർക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗവൺമെന്റിലാണ് ചെയ്തിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ രാവിലെ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? കുറച്ച് നമ്മുടെ എക്സ്പെക്ടോറന്റ് മിക്സ്ചർ എടുക്കും, രാവിലെ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക, കലക്കുക, കുപ്പിയിലാക്കുക, വെക്കുക, വരുന്ന പേഷ്യന്റ് അനുസരിച്ച് കൊടുക്കുക. ചുമയുണ്ടെങ്കിൽ 3 നേരം 5 ml വെച്ചിട്ട് കഴിക്കാൻ പറയും. ഈ പരിപാടി എല്ലാവരും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ എക്സ്പെക്ടോറിന് എന്താണ്? ചുമയ്ക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ്. ഇനി എന്തിനാ കൊടുക്കുന്നത് അറിയണം അല്ലേ. സോ ഡെഫിനിഷൻ നോക്കിയാലോ. എക്സ്പെക്ടോറൻസ് ആർ ഡ്രഗ്സ് വിച്ച് യൂസ് ടു ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓർ എക്സ്പെൽഷൻ. ശ്രദ്ധിക്കണം, റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാനോ. എന്തിനെ എക്സ്പെൽ ചെയ്യേണ്ടത്? സെക്രീഷൻസ് ഓർ എക്സുഡേറ്റ്സ്. സെക്രീഷൻസിനോ എക്സുഡേറ്റ്സിനെ ആകാം. ഇനി എവിടെയുള്ളതിനെ? ഫ്രം ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്, ആൻഡ് ഹെൻസ് ദേ ആർ യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് കഫ്. അതായത് നമ്മുടെ ട്രക്കിയയിലോ ബ്രോങ്കയിലോ ലങ്സിലോ ഉള്ള സെക്രീഷൻസിനെയോ എക്സുഡേറ്റ്സിനെയോ പുറത്തേക്ക് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യാൻ സഹായിക്കുന്ന ഏജന്റുകളെയാണ് എക്സ്പെക്ടോറന്റ് എന്ന് പറയുക. സോ നമുക്ക് പഠിക്കേണ്ടത് അമോണിയം ക്ലോറൈഡ്, അയോഡൈഡ്, സിട്രേറ്റ്, ആന്റിമണി, പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഇതിലെല്ലാ എക്സാമ്പിൾസും പഠിക്കേണ്ട ആവശ്യമില്ല, 1-2 മാത്രം. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന എമറ്റിക്സ് ആണ്. സോ എമറ്റിക്സ് എന്താണ്? അതായത് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗുകളെയാണ് എമറ്റിക്സ് എന്ന് പറയുക. സോ അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫേറ്റ്, ആന്റിമണി, പൊട്ടാസ്യം ടാർട്ടറേറ്റ്. എന്തിനു വേണ്ടി എമറ്റിക്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി എമിസിസ് ഇൻഡ്യൂസ് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അറിയാം, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ആഹാരം ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പോയിസൺ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എമിസിസ് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരുന്ന ആവശ്യമുണ്ട്. ഇനി എല്ലാ സാധനങ്ങളും നമ്മൾ എമിസിസ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ടോ? അതിലിപ്പോൾ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ കൊറോസീവ് സബ്സ്റ്റൻസ് ഒക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? എമിസിസ് അല്ലെങ്കിൽ വൊമിറ്റിംഗ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാറില്ല. കാര്യം പോയ വഴി വന്ന വഴി വീണ്ടും പേഷ്യന്റ് അറിയും അല്ലെ. കാര്യം കുടിച്ചിട്ടുണ്ട് ഓൾറെഡി, ടിഷ്യൂ നെക്രോസിസ്, ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. സോ തിരിച്ച് വീണ്ടും വൊമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? വീണ്ടും അവിടെ നെക്രോസിസും ടിഷ്യൂ ഡാമേജും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രോങ് ആൽക്കലി, സ്ട്രോങ് ബേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഒരിക്കലും വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ നിൽക്കാറില്ല. സോ ബേസിക്കലി എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫേറ്റ് ആൻഡ് ആന്റിമണി, പൊട്ടാസ്യം ടാർട്ടറേറ്റ്സ് ആണ് എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന അമോണിയം ക്ലോറൈഡ് ആണ്, NH4Cl. സോ സിനോണിംസ് വെരി ഇമ്പോർട്ടൻറ്റ്: അമോണിയം മ്യൂറേറ്റ്, സാൽ അമോണിയാക്ക്, സാൽമിക് അംക്ലോർ ആൻഡ് അമോൺ ക്ലോർ ആണ്. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ വൈറ്റ് ക്രിസ്റ്റലൈൻ ഓർഡർലെസ് പൗഡർ വിത്ത് സലൈൻ ടേസ്റ്റ്. അമോണിയം ക്ലോറൈഡ് പേര് പറയുന്നത് പോലെ തന്നെ സലൈൻ ടേസ്റ്റ് ആണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്, ഫ്രീലി സോലുബിൾ ഇൻ വാട്ടർ ആണ്. സോ ഉപയോഗിക്കുന്ന നമ്മൾ എന്താണ്? ഓൾറെഡി എക്സ്പെക്ടോറന്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു. സോ എക്സ്പെക്ടോറന്റ് ആണ്. ഡോസ് 300 mg to 1000 mg ആണ്. സോ ഡയൂററ്റിക് ആണ്, ഒരു സിസ്റ്റമിക് അസിഡിഫയറുമാണ്. ഓക്കെ, സോ മറന്നു പോകണ്ട, എക്സ്പെക്ടോറന്റ് ആണ്, ഡയൂററ്റിക് ആണ്, സിസ്റ്റമിക് അസിഡിഫയർ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം അയോഡൈഡ് ആണ്. സിനോണം കല്ലി അയോഡിയം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് കളർലെസ് ക്രിസ്റ്റലൈൻ ഓർ വൈറ്റ് പൗഡർ, ഓർഡർലെസ് വൈറ്റ്, സ്ലൈറ്റ് ബിറ്റർ ടേസ്റ്റ്, സോലുബിൾ ഇൻ വാട്ടർ, ഗ്ലിസറിൻ ആൻഡ് ആൽക്കഹോൾ. സോ വെള്ളത്തിലും ഗ്ലിസറിലും ആൽക്കഹോളിലും സോലുബിൾ ആണ്. ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. വൈറ്റ് പൗഡർ ആണ്, ക്രിസ്റ്റലൈൻ രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. സോ യൂസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്ടോറന്റ് ആണ്. സോ അയഡിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സോഴ്സ് ഓഫ് അയഡിൻ ആണ്. ആന്റി ഫംഗൽ ഇൻ വെറ്റിനറി പ്രിപ്പറേഷൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഇൻഗ്രീഡിയൻസ് ഓഫ് അയഡിൻ സൊല്യൂഷൻ, നമ്മൾ എടുക്കുന്ന അയഡിൻ സൊല്യൂഷൻസിലൊക്കെ പൊട്ടാസ്യം അയോഡൈഡ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരാറുണ്ട്. സോ ലാസ്റ്റ് വൺ ഈസ് ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. സോ ടേസ്റ്റർ എമിറ്റിക് അല്ലെങ്കിൽ ടാർട്ടർ എമിറ്റിക് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സോ പ്രോപ്പർട്ടീസ് കളർലെസ് ആണ്, ഓർഡർലെസ് ക്രിസ്റ്റലൈൻ ആണ്, എന്നാൽ സ്വീറ്റ് ടേസ്റ്റ്, ഒരു മധുരമാണ് ഇതിനുള്ളത് കേട്ടോ. സോ സോലുബിൾ ഇൻ വാട്ടർ ബട്ട് ഇൻസോലുബിൾ ഇൻ ആൽക്കഹോൾ. ശ്രദ്ധിക്കണം, ആൽക്കഹോളിൽ ഇൻസോലുബിൾ ആണ്. സോ ഇത് എമറ്റിക് ആയിട്ടാണ് നമ്മൾ ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 3 കോമ്പൗണ്ട്സ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് എമിറ്റിക്, എന്താണ് എക്സ്പെക്ടോറന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. 3 കോമ്പൗണ്ടുകളുടെ യൂസ് നോക്കുക, പിന്നെ അതർ ദാൻ യൂസുകൾ ഉണ്ടെങ്കിൽ അതും നോക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ ദ ബൈ.